ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. BS3 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ താക്കോൽ സെറ്റ്, അതായത് കീ സെറ്റ് കംപ്ലയിൻ്റ് ആണ്. കീ സെറ്റ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചില സമയങ്ങളിൽ മൊത്തത്തിൽ യൂണിറ്റ് പാടി ഊരി പോരാ. അത് കൂടാതെ കൊണ്ട് ഇതിനകത്ത് വാണിങ്ങില്ല ആ താക്കോലിൻ്റെ ചിഹ്നം, ആ സിമ്പിൾ തെളിഞ്ഞ് നിൽക്കുക. പിന്നെ വണ്ടി അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതാണ് മെയിനായിട്ട് വണ്ടിയുടെ കംപ്ലയിൻറ്റ്. അത് ശരിക്കും ഈ BS3 മോഡലിൻ്റെ പെയറിംഗ് ഉള്ള മോഡലാണ്. പെയർ ചെയ്തിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തൽക്കാലം ഓൾറെഡി കീ സെറ്റ് കംപ്ലയിൻ്റ് ആണ്. കീ സെറ്റ് എന്തെങ്കിലും മാറണം. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പെയറിങ്ങിൻ്റെ ഓപ്ഷൻ നമ്മൾ എടുത്ത് കളഞ്ഞേക്കാണ്. എടുത്ത് മാറ്റി സാധാരണ മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടി വന്ന ഒന്നാമത് നമുക്ക് കീ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കീ സെറ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ CD യൂണിറ്റ് ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി AY മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റ് നമുക്ക് കാണിക്കില്ല. അതായത് താക്കോലിൻ്റെ ചിഹ്നം തെളിഞ്ഞു വരികയും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുന്ന ആ കംപ്ലയിൻറ്റ് പിന്നീട് കാണിക്കില്ല. അതില്ലാത്ത രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഫ്യൂൽ ലിഡിൻ്റെ കേബിൾ വലിഞ്ഞിട്ട് അത് ഫുൾ ടൈം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ കൂട്ടത്തിൽ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് മാറ്റിയേക്കുന്നത് കീ സെറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റാണ്. ഇത് പെയറിങ്ങിൻ്റെ വരുന്ന ഒരു സെൻസറിൻ്റെ ഒരു വയറാണ്. അത് ആ സിഗ്നൽ വയറാണത്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ CD യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമ്മൾ മാറ്റിയിട്ട് AY അത് ഇത് കഴിഞ്ഞിട്ടുള്ള മോഡലിലേക്ക് കൺവേർട്ട് ആക്കി. അപ്പോൾ പിന്നെ BS3 BS4ലേക്ക് ആക്കുമ്പോൾ പിന്നീട് ആ പ്രശ്നം കാണിക്കില്ല. കൂട്ടത്തിൽ കൂടെ മാറ്റിയാണ് കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ സീറ്റിൻ്റെ ഫ്യൂൽ ലിഡിൻ്റെ കേബിളാണ്. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ ഞാൻ നോക്കുമ്പോൾ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ഞാൻ ഊറ്റി നോക്കിയതാണ്. നിലവിൽ നമുക്ക് ആകെയുള്ള ഓയിൽ ഇതാണ് കേട്ടോ. ഏകദേശം നമുക്കൊരു 1/2 ലിറ്റർ ഓയിൽ കഷ്ടി 1/2 ലിറ്റർ 450 മില്ലി ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. ഇപ്പോൾ നിലവിൽ ഓയിൽ ലെവൽ കുറവാണ്. അത് എന്തുകൊണ്ടാണ് ആ കുറവ് വന്നേക്കണേന്നുള്ള കേസ് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് അടുത്ത് കേസുള്ളൂ. നമുക്ക് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കാര്യമായിട്ട് കുറഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ പരിഹരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഇത്രയും എഞ്ചിൻ ഓയിൽ അടക്കം ഓയിൽ കീ സെറ്റ് CD ആ കേബിൾ ഫ്യൂൽ ലിഡിൻ്റെ കേബിളടക്കം മാറ്റി വരുമ്പോൾ എത്ര എമൗണ്ട് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ, വർക്ക് നമുക്കിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്, ബില്ലാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. ഓക്കെ.